എവരിഡേ സിറ്റുവേഷൻസിൽ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്ന ചില സെന്റൻസ് സ്ട്രക്ചേഴ്സ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. ഗ്രാമർ മുഴുവൻ പഠിച്ച് നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുക എന്നുള്ളത് പ്രാക്ടിക്കൽ അല്ല. നമുക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ പറയാൻ അത്രയധികം ഗ്രാമർ നമുക്ക് ആവശ്യവുമില്ല. ഏറ്റവും കോമൺ ആയ ചില സെന്റൻസ് പാറ്റേൺസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലെസൺ മുഴുവൻ കാണുക. ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ യൂട്യൂബിൽ ഇപ്പോൾ പുതിയൊരു ഫീച്ചറുണ്ട്, ഹൈപ്പ്. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തതിന് ശേഷം ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കൂടി കാണുകയാണെങ്കിൽ അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നമ്മുടെ ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സുകളിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ലെസൺ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ അഭിപ്രായങ്ങൾ പറയാം. നമുക്ക് എന്ത് തോന്നുന്നു, നമ്മൾ എന്ത് വിശ്വസിക്കുന്നു, എന്ത് കരുതുന്നു, ഇതെല്ലാം പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ചില സ്ട്രക്ചേഴ്സാണ് ഐ തിങ്ക്, ഐ ബിലീവ്, ഐ റെക്കൺ. പിന്നെ നമുക്ക് ഉപയോഗിക്കാവുന്ന മറ്റു ചില സ്ട്രക്ചേഴ്സാണ് ഇറ്റ് ലുക്സ് ലൈക്ക്, ഇറ്റ് സീംസ് ദാറ്റ്. ഇതെല്ലാം ഇതിൽ ഐ തിങ്ക് എന്ന് പറയുന്നത് നമ്മളൊരു കാര്യം ആലോചിച്ചതിന് ശേഷം അല്ലെങ്കിൽ ചിന്തിച്ചതിന് ശേഷം നമുക്ക് ഇതാണ് തോന്നുന്നത് എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഐ ബിലീവ് എന്ന് പറയുമ്പോൾ അത് പൊതുവെ നമ്മുടെ വിശ്വാസമാണ്. ഇത് രണ്ടർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന വളരെ ഇൻഫോർമൽ ആയ ഒരു എക്സ്പ്രഷനാണ് ഐ റെക്കൺ എന്നത്. അത് പൊതുവെ നമ്മൾ ഫോർമലായ കോണ്ടെക്സ്റ്റുകളിൽ യൂസ് ചെയ്യാറില്ല. പക്ഷേ സംസാരം എപ്പോഴും ഇൻഫോർമലാണ്. അതുകൊണ്ട് തന്നെ സംസാരിക്കുന്ന സമയത്ത് പലപ്പോഴും, പ്രത്യേകിച്ചും ഇംഗ്ലീഷുകാർ സംസാരിക്കുന്നതിനിടയിൽ അവർ ഐ തിങ്ക്, ഐ ബിലീവ് എന്ന് പറയുന്നതിൽ കൂടുതൽ ഉപയോഗിക്കുന്നത് ഐ റെക്കൺ ആണ്. ഐ തിങ്ക് ആയാലും ഐ ബിലീവ് ആയാലും ഐ റെക്കൺ ആയാലും അതിനുശേഷം നമുക്കൊരു ദാറ്റ് ക്ലോസ് ആണ് വേണ്ടി വരുന്നത്. നമുക്ക് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ള ചില എക്സാമ്പിൾസ് നോക്കാം. മഴ പെയ്യാൻ പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നു. തോന്നലാണ്, എനിക്കാണ് തോന്നുന്നത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഐ തിങ്ക് എന്നോ ഐ ബിലീവ് എന്നോ ഐ റെക്കൺ എന്നോ എല്ലാം വെച്ച് ഈ സെന്റൻസ് തുടങ്ങാം. ഇതിൽ ഏത് സ്ട്രക്ചർ യൂസ് ചെയ്താലും അതിനുശേഷം നമുക്ക് വേണ്ടത് ഒരു ദാറ്റ് ക്ലോസ് ആണെന്ന് പറഞ്ഞു. എന്ന അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ആണ് ദാറ്റ്. ഒരു കൺജങ്ഷന് ശേഷം നമുക്ക് എല്ലായ്പ്പോഴും ഒരു ക്ലോസ് തന്നെ വേണം. അതായത് ഒരു സബ്ജക്റ്റും ഉണ്ടായിരിക്കണം, ഒരു വെർബും ഉണ്ടായിരിക്കണം. മീനിങ് കംപ്ലീറ്റ് ആക്കുന്നതിന് വേണ്ടി മറ്റു വാക്കുകളും നമുക്ക് ആവശ്യം വരും. നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ടത് ഒരു സബ്ജക്റ്റും ഒരു വെർബുമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു എന്നാണ് പറയുന്നത്. സോ ഐ തിങ്ക്, അതുപയോഗിച്ച് നമുക്ക് ഈ സെന്റൻസ് തുടങ്ങാം. ഐ തിങ്ക് എന്താണ് തോന്നുന്നത്? ദാറ്റ്. മഴ പെയ്യാൻ പോവുകയാണ്. വെതറിനെ കുറിച്ച് സംസാരിക്കുമ്പോഴെല്ലാം നമ്മൾ ഇംഗ്ലീഷിൽ ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇറ്റ് ഉപയോഗിച്ചാണ്. അത് മഴയായാലും കാറ്റായാലും സ്നോ ആയാലും എന്ത് തന്നെയായാലും ഇറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ആ സെന്റൻസ് തുടങ്ങുക. അപ്പം മഴ പെയ്യാൻ പോവുകയാണ്, ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. പോവുകയാണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഗോയിങ് ടു റെയിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് റെയിനിങ് എന്ന് പറയുമ്പോൾ മഴ പെയ്യുകയാണ്. ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ എന്ന് പറയുമ്പോൾ മഴ പെയ്യാൻ പോവുകയാണ്. അതാണ് എനിക്ക് തോന്നുന്നത്. ഐ തിങ്ക് എന്ന് ദാറ്റ്, ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. നമുക്ക് തോന്നുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് പറയാനും ഐ തിങ്ക് നമുക്ക് ഉപയോഗിക്കാം. ഐ തിങ്ക് ഷീ ഈസ് നോട്ട് കമ്മിങ്. ഐ തിങ്ക് വി ആർ ഗോയിങ് ടു ലൂസ്. ഐ തിങ്കിന് ശേഷം നമ്മൾ ഒരു ദാറ്റ് ക്ലോസ് ഉപയോഗിക്കും. ആ ദാറ്റ് പലപ്പോഴും നമ്മൾ ഒമിറ്റ് ചെയ്യുകയാണ് പതിവ്. ഇപ്പോൾ ഇവിടെ ഞാൻ എഴുതിയ സെന്റൻസിൽ തന്നെ ദാറ്റ് ഒമിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ നമ്മളത് പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ആ ദാറ്റ് അവിടെയുണ്ട്. ഐ തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. സംസാരിക്കുമ്പോൾ പൊതുവെ നമ്മൾ ദാറ്റ് ഒമിറ്റ് ചെയ്യും. എഴുതുന്ന സമയത്ത് ദാറ്റ് സാധാരണഗതിയിൽ ഒമിറ്റ് ചെയ്യാറില്ല. പക്ഷെ ഒരു ഇൻഫോർമൽ സ്റ്റൈലിൽ നമുക്ക് അവിടെയും ദാറ്റ് ഒമിറ്റ് ചെയ്യാൻ സാധിക്കും. ഐ തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. ഇവിടെ ആർക്കാണ് തോന്നുന്നത് എന്നൊന്നും പറയുന്നില്ല. നമ്മളൊരു പക്ഷെ ആകാശത്ത് നോക്കിയിട്ടായിരിക്കും പറയുന്നുണ്ടാവുക. മേഘങ്ങൾ കാണുന്നുണ്ട്, മഴ പെയ്യാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. ലുക്കിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ലൈക്ക് എന്ന വാക്കാണ്. അത് നോർമലി പ്രിപ്പോസിഷൻ ആണ്. പക്ഷേ ഇവിടെ അത് കൺജങ്ഷൻ ആയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ക്ലോസ് ഉപയോഗിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇറ്റ് ലുക്സ് ലൈക്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. മഴ പെയ്യാൻ പോവുകയാണെന്ന് തോന്നുന്നു. നമ്മളൊരു അബദ്ധമാണ് ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെയും നമുക്ക് ഐ ബിലീവ് എന്നോ ഐ തിങ്ക് എന്നോ ഐ റെക്കൺ എന്നോ എല്ലാം ഉപയോഗിച്ച് ഈ സെന്റൻസ് തുടങ്ങാം. നമ്മളൊരു അബദ്ധം ആണ് ചെയ്യുന്നത്. വി ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക്. അബദ്ധം എന്ന് പറയുമ്പോൾ മിസ്റ്റേക്ക്. വി ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക്. എനിക്ക് തോന്നുന്നത് ഐ തിങ്ക് ദാറ്റ്. ഐ തിങ്ക് ദാറ്റ് വി ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക്. അല്ലെങ്കിൽ ഐ ബിലീവ് ദാറ്റ് വി ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക്. ഇവിടെയും ദാറ്റ് ഓപ്ഷണൽ ആണ്. നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ പറയാൻ, നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ നമുക്ക് എല്ലായ്പ്പോഴും ഐ തിങ്ക്, ഐ ബിലീവ് പോലുള്ള സ്ട്രക്ചേഴ്സ് യൂസ് ചെയ്യാം. അതിനുശേഷം ഒരു ദാറ്റ് ക്ലോസ് ആണ് ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക. ഒരു ക്ലോസ് ആവുമ്പോൾ അവിടെ ഒരു സബ്ജക്റ്റും ഉണ്ടായിരിക്കണം, ഒരു വെർബും ഉണ്ടായിരിക്കണം. ഇവിടെ നമുക്ക് ആ ദാറ്റ് ക്ലോസിൽ വി ആണ് അതിൻ്റെ സബ്ജക്റ്റായി വന്നിട്ടുള്ളത്. ആർ മേക്കിംഗ് അതാണ് വെർബ്. പിന്നെ എ മിസ്റ്റേക്ക് എന്നത് അതിൻ്റെ ഒബ്ജക്റ്റ് ആണ്.
ഒരു ക്ലോസിന് നിർബന്ധമായും ഒരു സബ്ജക്റ്റും ഒരു വെർബും ഉണ്ടായിരിക്കണം. മീനിങ്ങിനനുസരിച്ച് പലപ്പോഴും ഒരു ക്ലോസിൽ ഒബ്ജക്റ്റോ അഡ്വർബോ അതുപോലുള്ള വാക്കുകളും ഉണ്ടായിരിക്കും. ഐ ബിലീവ് ദാറ്റ് വി ആർ മേക്കിംഗ് എ മിസ്റ്റേക്ക്. ഇതാണ് ശരിയായ നടപടി എന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിയായ നടപടി എന്നതിന് നമുക്ക് റൈറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ എന്ന് പറയാം, റൈറ്റ് തിങ് ടു ഡു എന്ന് പറയാം. എനിക്ക് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഐ തിങ്ക്, എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് അല്ലെങ്കിൽ ഐ ഡോണ്ട് ബിലീവ്. ഇതാണ് ശരിയായ നടപടി, ദിസ് ഈസ് ദ റൈറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ദിസ് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു. ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ദിസ് ഈസ് ദ റൈറ്റ് കോഴ്സ് ഓഫ് ആക്ഷൻ അല്ലെങ്കിൽ ഐ ഡോണ്ട് ബിലീവ് ദാറ്റ് ദിസ് ഈസ് ദ റൈറ്റ് തിങ് ടു ഡു. ഐ ഡോണ്ട് തിങ്ക്, എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നതിന് ഐ തിങ്ക് നോട്ടല്ല ഐ ഡോണ്ട് തിങ്ക് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഐ ഡോണ്ട് ബിലീവ് എന്നും പറയാം. അവളാണ് ഈ ജോലിക്ക് ഏറ്റവും യോജിച്ച വ്യക്തി എന്ന് ഞാൻ കരുതുന്നു. അവളാണ് ഏറ്റവും യോജിച്ച വ്യക്തി. ഷീ ഈസ് ദ റൈറ്റ് പേഴ്സൺ, ഷീ ഈസ് ദ മോസ്റ്റ് ക്വാളിഫൈഡ് പേഴ്സൺ, ഷീ ഈസ് ദ മോസ്റ്റ് എലിജിബിൾ പേഴ്സൺ. അങ്ങനെയെല്ലാം നമുക്കിത് പറയാം. ഞാൻ കരുതുന്നു, ഐ ബിലീവ് ദാറ്റ് ഷീ ഈസ് ദ റൈറ്റ് പേഴ്സൺ ഫോർ ദിസ് ജോബ് അല്ലെങ്കിൽ ഐ ബിലീവ് ദാറ്റ് ഷീ ഈസ് ദ മോസ്റ്റ് എലിജിബിൾ പേഴ്സൺ ഫോർ ദിസ് ജോബ്. ഐ ബിലീവ് എന്നോ ഐ തിങ്ക് എന്നോ ഐ റെക്കൺ എന്നോ നമുക്കിവിടെ പറയാം. ഇവിടെയും ദാറ്റിന് ശേഷം നമ്മളൊരു ക്ലോസ് ഉപയോഗിച്ചു. അതിന്റെ സബ്ജക്റ്റ് ആണ് ഷീ, അതിലെ വെർബാണ് ഈസ്. പിന്നെ അതിന് ശേഷം വന്നിട്ടുള്ള ദ റൈറ്റ് പേഴ്സൺ എന്നത് ആ ഒരു വെർബിന്റെ കോംപ്ലിമെന്റ് ആണ്. അവൾ വരുന്നില്ലെന്നാണ് ഞാൻ കരുതുന്നത്. ഐ റെക്കൺ ദാറ്റ് ഷീ ഈസ് നോട്ട് കമ്മിങ് അല്ലെങ്കിൽ ഐ ബിലീവ് ദാറ്റ് ഷീ ഈസ് നോട്ട് കമ്മിങ്. ഐ റെക്കൺ ദാറ്റ് ഷീ ഈസ് നോട്ട് കമ്മിങ്. വളരെ ഇൻഫോർമൽ ആയ ഒരു സ്റ്റൈലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ് റെക്കൺ. സംസാരിക്കുമ്പോൾ പൊതുവെ ഐ തിങ്ക് ഐ ബിലീവ് എന്ന് പറയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഈ എക്സ്പ്രഷനാണ്. ഐ റെക്കൺ ദാറ്റ് ഷീ ഈസ് നോട്ട് കമ്മിങ്. റെക്കൺ എന്ന വെർബിന് ശേഷവും നമ്മൾ ഉപയോഗിക്കുന്നത് ദാറ്റ് ക്ലോസ് തന്നെയാണ്. ഐ തിങ്ക് ഷീ ഈസ് നോട്ട് കമ്മിങ്. അങ്ങനെയും നമുക്കിത് പറയാം. അവൾക്ക് ഏകദേശം 50 വയസ്സ് ഉണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മുടെ ഒരു ബിലീഫാണ്, നമുക്ക് ഉറപ്പില്ല. ഇതെങ്ങനെ പറയും? ഐ റെക്കൺ ദാറ്റ് ഷീ ഈസ് എബൌട്ട് 50 എന്ന് പറയാം. ഐ തിങ്ക് ദാറ്റ് ഷീ ഈസ് എബൌട്ട് 50 എന്ന് പറയാം. ഇവിടെയെല്ലാം ദാറ്റ് എന്ന കണക്ടർ പൊതുവെ നമ്മൾ ഒമിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ഇന്ന് അല്പം നേരത്തെ പോവേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. പോവേണ്ടി വരും. വി വിൽ ഹാവ് ടു ലീവ്. അല്പം നേരത്തെ, എ ലിറ്റിൽ ഏർലി. വി ഹാവ് ടു ലീവ് എന്ന് പറയുമ്പോൾ പോവേണ്ടതുണ്ട് അല്ലെങ്കിൽ പോവണം. പോവേണ്ടി വരുമെന്ന് പറയുമ്പോൾ വി വിൽ ഹാവ് ടു ലീവ്. ഐ റെക്കൺ ദാറ്റ് വി വിൽ ഹാവ് ടു ലീവ് എ ലിറ്റിൽ ഏർലി ടുഡേ അല്ലെങ്കിൽ ഏർലി ടുഡേ. ഇന്ന് അല്പം നേരത്തെ പോവേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഐ റെക്കൺ എന്നതിന് പകരം നമുക്കിവിടെ ഐ ബിലീവ് എന്നോ ഐ തിങ്ക് എന്നോ ഉപയോഗിക്കാം. ചെയ്യേണ്ടി വരുമെന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് വിൽ ഹാവ് ടു. അപ്പൊ നമ്മൾ ഇതുവരെ നോക്കിയ സ്ട്രക്ചേഴ്സ് നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരുന്നു. ഇനി നമുക്ക് നമ്മുടെ ഫിയേഴ്സിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടി, അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ അത് അബദ്ധമാകുമോ എന്ന് പേടി, അതിന്റെ കോൺസിക്വൻസസിനെ കുറിച്ചുള്ള പേടി, ഇതെല്ലാം പറയാൻ ഉപയോഗിക്കുന്ന 2 സ്ട്രക്ചറാണ് സപ്പോസ്, വാട്ട് ഇഫ്. രണ്ടിന്റെയും അർത്ഥം അങ്ങനെ സംഭവിച്ചാലോ എന്നാണ്. ഞാൻ ആ മരം കയറാൻ പോവുകയാണ്. ഒരു കുട്ടി ഒരു മരം നോക്കി പറയുന്നതാണ് ഐ എം ഗോയിങ് ടു ക്ലൈംബ് ദാറ്റ് ട്രീ അല്ലെങ്കിൽ ഐ എം ഗോയിങ് ടു ക്ലൈംബ് അപ്പ് ദാറ്റ് ട്രീ. കയറാൻ പോവുകയാണ് എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഗോയിങ് ടു ക്ലൈംബ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കേൾക്കുന്ന ആ കുട്ടിയുടെ അമ്മയോ മറ്റാരോ പറയുന്നതാണ് വേണ്ട നീ വീണാലോ. വീണാലോ എന്ന പേടിയാണ് അവർക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത്. അതിന് നമുക്കിവിടെ ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷനാണ് വാട്ട് ഇഫ്. നമുക്ക് സപ്പോസ് ഉപയോഗിച്ചും ഇത് ചോദിക്കാം. നോ വാട്ട് ഇഫ് യു ഫെൽ അല്ലെങ്കിൽ നോ വാട്ട് ഇഫ് യു സ്ലിപ്ഡ്. അതല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം സപ്പോസ് യു ഫെൽ. ഇവിടെ നമ്മൾ വാട്ട് ഇഫ് ആയാലും സപ്പോസ് ആയാലും അതിനുശേഷം ഉപയോഗിച്ചത് പാസ്റ്റ് ടെൻസ് ആണ്. ആക്ച്വലി നമുക്കിവിടെ പ്രസന്റ് ടെൻസും ഉപയോഗിക്കാം. ഇതിന് രണ്ടിന് ശേഷവും നമുക്ക് സിമ്പിൾ പ്രസന്റും ഉപയോഗിക്കാം, സിമ്പിൾ പാസ്റ്റും ഉപയോഗിക്കാം. ഇവിടെ നമുക്ക് വാട്ട് ഇഫ് യു സ്ലിപ്പ് എന്നും ചോദിക്കാം, സപ്പോസ് യു ഫോൾ എന്നും ചോദിക്കാവുന്നതാണ്. പക്ഷെ പൊതുവെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പാസ്റ്റ് ടെൻസസ് ആണ് ഈ എക്സ്പ്രഷൻസിന് ശേഷം അധികം ഉപയോഗിച്ച് കാണുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വരുന്നതിന് പകരം ഞാൻ നാളെ വന്നാലോ. ഇത് നമ്മളൊരു അഭിപ്രായം അങ്ങോട്ട് പറയുകയാണ് ചെയ്യുന്നത്. ഞാൻ അങ്ങനെ ചെയ്താൽ ശരിയാവുമോ, അതാണ് നമുക്ക് അറിയേണ്ടത്. ഇത് ചോദിക്കാനും നമുക്ക് വാട്ട് ഇഫ്, സപ്പോസ് പോലുള്ള എക്സ്പ്രഷൻസ് ഉപയോഗിക്കാം. വാട്ട് ഇഫ് ഐ കെയിം ടുമോറോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ആഫ്റ്റർനൂൺ. ഇന്ന് ഉച്ചയ്ക്ക് പകരം, ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ആഫ്റ്റർനൂൺ. ഇൻസ്റ്റെഡ് ഓഫ് എന്ന് പറയുമ്പോൾ പകരം. വാട്ട് ഇഫ് ഐ കെയിം ടുമോറോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ആഫ്റ്റർനൂൺ അല്ലെങ്കിൽ സപ്പോസ് ഐ കെയിം ടുമോറോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ആഫ്റ്റർനൂൺ. ഇവിടെയും നമ്മൾ വാട്ട് ഇഫിന് ശേഷവും സപ്പോസിന് ശേഷവും ഉപയോഗിച്ചത് പാസ്റ്റ് ടെൻസ് ആണ്. നമുക്കിവിടെ വേണമെങ്കിൽ കം എന്ന പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാവുന്നതാണ്.
വാട്ട് ഇഫ് ഐ കം ടുമോറോ ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ആഫ്റ്റർനൂൺ. ഇവിടെ നമ്മൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നു എന്നതുകൊണ്ട് പാസ്റ്റിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഇത് എന്ന് കരുതരുത്. നമ്മൾ സംസാരിക്കുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചാണ്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വരുന്നതിന് പകരം നാളെ വന്നാലോ എന്നാണ് ചോദ്യം. നാളെ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. പക്ഷെ നമ്മൾ ഉപയോഗിച്ച വെർബ്സ് പാസ്റ്റ് ടെൻസിലുള്ളതാണ്. നമുക്ക് കാട്ടിലൊന്ന് നടക്കാൻ പോവാം. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക് ഇൻ ദ വുഡ്സ്. ഇൻ ദ വുഡ്സ് എന്ന് പറയുമ്പോൾ കാട്ടില്. നമുക്ക് നടക്കാൻ പോവാം. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. അത് കേൾക്കുന്നയാൾ ചോദിക്കുന്നത് പുലിയോ കടുവയോ അവിടെ ഉണ്ടെങ്കിലോ എന്നാണ്. ഇതും നമുക്ക് വാട്ട് ഇഫ് അല്ലെങ്കിൽ സപ്പോസ് ഉപയോഗിച്ച് പറയാം. വാട്ട് ഇഫ് ദർ ആർ ടൈഗേഴ്സ് ഓർ ലെപ്പേർഡ്സ് അല്ലെങ്കിൽ വാട്ട് ഇഫ് ദർ വേർ ടൈഗേഴ്സ് ഓർ ലെപ്പേർഡ്സ്. പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കാം, പ്രസന്റ് ടെൻസ് ഉപയോഗിക്കാം. സപ്പോസ് ദർ ആർ ടൈഗേഴ്സ്, അവിടെ കടുവ ഉണ്ടെങ്കിലോ. നിങ്ങൾ അത്ര തിരക്കിലല്ലെന്ന് തോന്നുന്നു. നമ്മളൊരാളെ അപ്രോച്ച് ചെയ്ത് വളരെ പൊളൈറ്റായി അവരോട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടണമെങ്കിൽ അതിനു മുമ്പ് നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പ്രഷനാണിത്. നിങ്ങൾ അത്ര തിരക്കിലല്ലെന്ന് തോന്നുന്നു. അപ്പൊ എനിക്ക് അങ്ങനെ തോന്നുന്നു എന്ന് പറയാം. ഐ തിങ്ക് എന്ന എക്സ്പ്രഷൻ അല്ല ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് പകരം ഐ സപ്പോസ് എന്ന എക്സ്പ്രഷനാണ്. ഐ സപ്പോസ് യു ആർ നോട്ട് ടു ബിസി. ഐ സപ്പോസ് യു ആർ നോട്ട് ടു ബിസി അറ്റ് ദ മൊമെന്റ്. ഈ സമയം നിങ്ങൾ അത്ര തിരക്കിലല്ല എന്ന് ഞാൻ കരുതുന്നു, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ തോന്നുന്നു. ഇതുപോലൊരു സെന്റൻസ് നമ്മുടെ അടുത്ത് വന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ നമുക്ക് അവരോട് പറയാവുന്ന ഒരു റിപ്ലൈ ആണിത്. നോ, നോട്ട് അറ്റ് ആൾ. അല്ല, ഞാൻ തിരക്കിലല്ല. വാട്സ്ആപ്പ്, എന്താണ് കാര്യം എന്ന് ചോദിക്കാം. അല്ലെങ്കിൽ ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു എന്ന് ചോദിക്കാം. ഐ ഹാവ് ഗോട്ട് സം ടൈം, ഹൗ ക്യാൻ ഐ ഹെൽപ്പ് യു. ഞാൻ അത്ര തിരക്കിലല്ല, എങ്ങനെ, എന്ത് സഹായം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാൻ കഴിയും. ഇത് പൊതുവെ നമ്മളൊരു കോൺവെർസേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്സ്പ്രഷനാണ്. ഐ സപ്പോസ് യു ആർ നോട്ട് ടു ബിസി അറ്റ് ദ മൊമെന്റ്. അപ്പൊ ഇത് കേൾക്കുമ്പോൾ നമുക്ക് നോട്ട് അറ്റ് ആൾ എന്ന് പറഞ്ഞ് റെസ്പോണ്ട് ചെയ്യാം. അല്ലെങ്കിൽ ഐ ഹാവ് ഗോട്ട് സം ടൈം എന്ന് പറയാം. എന്നിട്ട് അതിനുശേഷം അവർക്ക് വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്ന് ചോദിക്കാം. വാട്ട് ക്യാൻ ഐ ഡു ഫോർ യു, അല്ലെങ്കിൽ ഹൗ ക്യാൻ ഐ ഹെൽപ്പ്. വാട്സ്ആപ്പ്, അതും നമുക്ക് ചോദിക്കാവുന്നതാണ്. നമുക്ക് ഇന്ന് ക്ലാസ് കട്ട് ചെയ്യാം. ഇത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം. കട്ട് ക്ലാസ് എന്ന് പറയാം, ബങ്ക് ക്ലാസ് എന്നും പറയാം. ലെറ്റ്സ് ബങ്ക് ക്ലാസ് ടുഡേ അല്ലെങ്കിൽ ലെറ്റ്സ് കട്ട് ക്ലാസ് ടുഡേ. നമുക്ക് ഇന്ന് ക്ലാസ് കട്ട് ചെയ്യാം. സ്കൂളിൽ പോവാതെ അല്ലെങ്കിൽ കോളേജിൽ പോവാതെ മറ്റെന്തെങ്കിലും കാര്യം ചെയ്യാം. ലെറ്റ്സ് ബങ്ക് ക്ലാസ് ടുഡേ. അച്ഛൻ അല്ലെങ്കിൽ അമ്മ അത് കണ്ടുപിടിച്ചാലോ? കേൾക്കുന്നയാൾ ചോദിക്കുന്നതാണ്. വാട്ട് ഇഫ് ഡാഡ് ഫൈൻഡ്സ് ഔട്ട് അല്ലെങ്കിൽ വാട്ട് ഇഫ് മദർ ഫൈൻഡ്സ് ഔട്ട്. അച്ഛൻ അല്ലെങ്കിൽ അമ്മ അത് കണ്ടുപിടിച്ചാലോ? വാട്ട് ഇഫ് സപ്പോസ്. ഈ രണ്ട് എക്സ്പ്രഷൻസ് നമ്മൾ ഉപയോഗിക്കുന്നത് അങ്ങനെ സംഭവിച്ചാലോ എന്ന് ചോദിക്കാനാണ്. പൊതുവെ നമ്മളുടെ പേടി അത് എക്സ്പ്രസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ആണിത്. നമുക്ക് ഒരു കാര്യം അങ്ങോട്ട് സജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും നമുക്ക് ഈ എക്സ്പ്രഷൻ യൂസ് ചെയ്യാം. പ്രസന്റിൽ നമ്മൾ പതിവായി ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. പലപ്പോഴും നമുക്ക് സംസാരത്തിനിടയിൽ നേരത്തെ നമ്മൾ പതിവായി ചെയ്തിരുന്ന കാര്യങ്ങളെ കുറിച്ച്, അതായത് പാസ്റ്റ് ഹാബിറ്റ്സിനെ കുറിച്ച് കൂടി പറയേണ്ടി വരാറുണ്ട്. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് യൂസ് ടു. ഞാൻ നേരത്തെ മാംസം കഴിക്കാറില്ലായിരുന്നു. ഞാൻ നേരത്തെ മാംസം കഴിക്കാറുണ്ടായിരുന്നു എന്ന് പറയാൻ ഐ യൂസ് ടു ഈറ്റ് മീറ്റ് എന്ന് പറഞ്ഞാൽ മതി. ഐ യൂസ് ടു ഈറ്റ് മീറ്റ്. അതിനർത്ഥം ഞാൻ നേരത്തെ മാംസം കഴിക്കാറുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല എന്നാണ്. യൂസ് ടു നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം തന്നെ നമ്മൾ പറയുന്ന ആ സിറ്റുവേഷൻ അത് നിലവിലില്ല എന്നാണ്. അപ്പൊ നേരത്തെ മാംസം കഴിക്കാറുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഐ യൂസ് ടു ഈറ്റ് മീറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പൊ കഴിക്കുന്നില്ല എന്നൊരർത്ഥം കൂടി അതിനുണ്ട്. ഇവിടെ നമുക്ക് പറയേണ്ടത് നേരത്തെ മാംസം കഴിക്കാറില്ലായിരുന്നു എന്നാണ്. അതായത് നെഗറ്റീവ് ആയൊരു വെർബാണ്. യൂസ് ടുവിന്റെ നെഗറ്റീവ് ഫോം ഡിഡിൻ യൂസ് ടു ആണ്. ഐ ഡിഡിൻ യൂസ് ടു ഈറ്റ് മീറ്റ്, നൗ ഐ ഡു. പാസ്റ്റിൽ നമ്മൾ പതിവായി ചെയ്തിരുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാൻ അല്ലെങ്കിൽ പാസ്റ്റിൽ നിലവിലുണ്ടായിരുന്ന സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ നമുക്ക് യൂസ് ടു ഉപയോഗിക്കാം. അതിന്റെ ക്വസ്റ്റ്യനോ നെഗറ്റീവ് ഫോമോ നമ്മൾ ഉണ്ടാക്കുന്നത് ഡിഡ് ഉപയോഗിച്ചാണ്. ഐ ഡിഡിൻ യൂസ് ടു ഈറ്റ് മീറ്റ്, നൗ ഐ ഡു. ഞാൻ ധാരാളം കാപ്പി കുടിക്കുമായിരുന്നു. ഐ യൂസ് ടു ഡ്രിങ്ക് എ ലോട്ട് ഓഫ് കോഫി. ഐ യൂസ് ടു ഡ്രിങ്ക് എ ലോട്ട് ഓഫ് കോഫി. ഇപ്പോൾ ഞാൻ അതിന് പകരം ചൂടുവെള്ളമാണ് കുടിക്കുന്നത്. നൗ ഐ ഡ്രിങ്ക് വാം വാട്ടർ ഇൻസ്റ്റെഡ്. ഐ യൂസ് ടു ഡ്രിങ്ക് എ ലോട്ട് ഓഫ് കോഫി, നൗ ഐ ഡ്രിങ്ക് വാം വാട്ടർ ഇൻസ്റ്റെഡ്. നേരത്തെ ഒരു എക്സാമ്പിൾ നമ്മൾ അതിന് പകരം എന്നതിന് ഇൻസ്റ്റെഡ് ഓഫ് ആണ് ഉപയോഗിച്ചത്. ഇവിടെ നമ്മൾ ഇൻസ്റ്റെഡ് ആണ് ഉപയോഗിക്കുന്നത്. അതിന്റെ ഡിഫറൻസ് ഇതാണ്. ഇൻസ്റ്റെഡിന് ശേഷം ഒരു നൗൺ വരുന്ന സമയത്ത് നമുക്ക് ആ നൗണിന് മുന്നിലായി ഓഫ് ഉപയോഗിക്കണം. കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ പറഞ്ഞത് ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ആഫ്റ്റർനൂൺ എന്നായിരുന്നു. ഇൻസ്റ്റെഡിന് ശേഷം ദിസ് ആഫ്റ്റർനൂൺ എന്ന നൗൺ ഫ്രേസ് വന്നപ്പോൾ നമുക്ക് അതിന് മുന്നിലായി ഓഫ് ഉപയോഗിക്കേണ്ടി വന്നു. ഇവിടെ ഇൻസ്റ്റെഡിന് ശേഷം ഒരു വാക്കും വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്റ്റെഡ് മാത്രമാണ്. നൗ ഐ ഡ്രിങ്ക് വാം വാട്ടർ ഇൻസ്റ്റെഡ്. ഇപ്പൊ ഞാൻ കാപ്പി കുടിക്കുന്നതിന് പകരം ഇളം ചൂടുവെള്ളമാണ് കുടിക്കാറ്. ഇവിടെ ഇൻസ്റ്റെഡിന് ശേഷം കോഫി ഉണ്ടെങ്കിലോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാ നൗ ഐ ഡ്രിങ്ക് വാം വാട്ടർ ഇൻസ്റ്റെഡ് ഓഫ് കോഫി എന്നാണ്.
കോഫി എന്ന ഒബ്ജക്റ്റ് അവിടെ വരുമ്പോൾ പിന്നെ ഇൻസ്റ്റഡിന് ശേഷം ഓഫ് എന്ന പ്രിപ്പോസിഷൻ കൂടി ഉപയോഗിക്കണം. ആ ഒബ്ജക്റ്റ് അവിടെ ഇല്ലെങ്കിൽ ഇൻസ്റ്റഡ് മാത്രം മതി. നേരത്തെ ഞാൻ കാർ ഓടിച്ചാണ് ജോലിക്ക് പോയിരുന്നത്. നമ്മൾ ഓഫീസിൽ പോകുന്നതിനെ കുറിച്ച് പറയാം. നമ്മുടെ സ്വന്തം വാഹനം ഓടിച്ച് നമ്മൾ പോകുന്നതിനെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് ഡ്രൈവ് ടു വർക്ക്, ഡ്രൈവ് ടു സ്കൂൾ. ഇതെല്ലാം നേരത്തെ ഞാൻ കാർ ഓടിച്ചാണ് ഓഫീസിൽ പോയിരുന്നത്. പാസ്റ്റിലുള്ള ഒരു സിറ്റുവേഷൻ, ഒരു ഹാബിറ്റ്, അതിനെക്കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതും യൂസ് ടു ഉപയോഗിച്ചാണ് പറയുന്നത്. ഐ യൂസ് ടു ഡ്രൈവ് ടു വർക്ക്. ഐ യൂസ് ടു ഡ്രൈവ് ടു വർക്ക്. ഇതിനർത്ഥം ഞാൻ കാർ ഓടിച്ചാണ് ഓഫീസിൽ പണ്ട് പോയിരുന്നത് എന്നാണ്. ഐ ഡ്രൈവ് ടു വർക്ക് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ അതാണ് ചെയ്യുന്നത് എന്നാണ് അർത്ഥം. ഞാൻ പൊതുവെ ഓഫീസിൽ പോകുന്നത് എൻ്റെ കാർ ഓടിച്ചാണ്. ഐ ഡ്രൈവ് ടു വർക്ക്. ഐ യൂസ് ടു ഡ്രൈവ് ടു വർക്ക് എന്ന് പറയുമ്പോൾ നേരത്തെ എങ്ങനെയാണ് ചെയ്തിരുന്നത്? ഇപ്പോൾ ഞാൻ ട്രെയിനിലാണ് പോകുന്നത്. നൗ ഐ ടേക്ക് ദ ട്രെയിൻ. ഇൻസ്റ്റഡ് എന്ന ആ ഒരു അഡ്വർബ് അത് നമുക്ക് ഇവിടെയും വേണമെങ്കിൽ അവസാനം ചേർക്കാം. നൗ ഐ ടേക്ക് ദ ട്രെയിൻ ഇൻസ്റ്റഡ്. ഇപ്പം ഞാൻ അതിന് പകരം ട്രെയിനിലാണ് പോകുന്നത്. നൗ ഐ ഗോ ബൈ ദ ട്രെയിൻ എന്നും പറയാം, അല്ലെങ്കിൽ ടേക്ക് ദ ട്രെയിൻ അങ്ങനെ പറഞ്ഞാലും മതി. നൗ ഐ ടേക്ക് ദ ട്രെയിൻ. പ്രിഫർ, വുഡ് റാദർ. നമുക്കൊരു കാര്യം ഇഷ്ടമാണ്, അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം മറ്റൊരു കാര്യത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു, നമുക്ക് അതാണ് കൂടുതൽ താല്പര്യം എന്നെല്ലാം പറയാൻ ഉപയോഗിക്കുന്ന രണ്ട് എക്സ്പ്രഷൻസ് ആണ് പ്രിഫറും വുഡ് റാദറും. രണ്ടിനും അർത്ഥം ഒന്ന് തന്നെയാണ്, പക്ഷെ ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സ് ഡിഫറെൻ്റ് ആണ്. നമുക്ക് ട്രെയിനിന് പോയാലോ? ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. ഷോൾ വി ടേക്ക് ദ ട്രെയിൻ അല്ലെങ്കിൽ ഷോൾ വി ഗോ ബൈ ദ ട്രെയിൻ. ഇവിടെ നമുക്ക് ഷോളിന് പകരം ഷുഡ് ഉപയോഗിക്കാം. കേൾക്കുന്നയാൾ പറയുന്നത് അയാൾക്ക് കാറിന് പോകുന്നതാണ് കൂടുതൽ ഇഷ്ടം എന്നാണ്. അങ്ങനെ നമുക്ക് ഒരു കാര്യം മറ്റൊരു കാര്യത്തിനേക്കാൾ കൂടുതൽ ഇഷ്ടമാണ് എന്ന് പറയാൻ ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷൻസ് ആണ് പ്രിഫറും വുഡ് റാദറും. നോ ഐ പ്രിഫർ ടു ഡ്രൈവ്. കാറിൽ പോവുക എന്നതിന് ഡ്രൈവ് എന്ന് പറഞ്ഞാൽ മതി. നോ ഐ പ്രിഫർ ടു ഡ്രൈവ് അല്ലെങ്കിൽ നോ ഐ വുഡ് റാദർ ഡ്രൈവ്. ഐ പ്രിഫർ ആയാലും ഐ വുഡ് പ്രിഫർ ആയാലും അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ്. ഐ പ്രിഫർ ടു ഡ്രൈവ് അല്ലെങ്കിൽ ഐ വുഡ് പ്രിഫർ ടു ഡ്രൈവ്. വുഡ് റാദറിന് ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. ഐ വുഡ് റാദർ ഡ്രൈവ്. ഞാൻ കാറിൽ പോവാനാണ് ഇഷ്ടപ്പെടുന്നത്. ഐ വുഡ് പ്രിഫർ ടു ഡ്രൈവ് എന്നും നമുക്ക് പറയാം. ഐ വുഡ് റാദർ ഡ്രൈവ് എന്നും പറയാം. വുഡ് റാദറിന് ശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് വേണം ഉപയോഗിക്കാൻ. പ്രിഫറിന് ശേഷം ടു ഉള്ള ഇൻഫിനിറ്റീവ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇന്ന് രാത്രി പുറത്തു പോവാൻ നിനക്ക് താല്പര്യമുണ്ടോ? വളരെ ഇൻഫോർമൽ ആയ സ്റ്റൈലിൽ ഡു യു ലൈക്ക് എന്ന് ചോദിച്ചാൽ മതി. അല്ല കുറച്ചുകൂടി പൊളൈറ്റ് ആയി ചോദിക്കണമെങ്കിൽ വുഡ് യു ലൈക്ക് എന്ന് ചോദിക്കാം. വുഡ് യു ലൈക്ക് ടു ഗോ ഔട്ട് ടുനൈറ്റ് അല്ലെങ്കിൽ ഡു യു വാണ്ട് ടു ഗോ ഔട്ട് ടുനൈറ്റ്. വുഡ് യു ലൈക്ക് ടു ഗോ ഔട്ട് ടുനൈറ്റ്. ഇന്ന് രാത്രി പുറത്തു പോവാൻ നിനക്ക് താല്പര്യമുണ്ടോ? അപ്പൊ കേൾക്കുന്നയാൾ പറയുന്നത് താല്പര്യമില്ല, എവിടെയും പോവണ്ട, വീട്ടിലിരുന്നാൽ മതി എന്നാണ്. അതാണ് അയാൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നോ ഐ വുഡ് റാദർ സ്റ്റേ അറ്റ് ഹോം അല്ലെങ്കിൽ ഐ വുഡ് പ്രിഫർ ടു സ്റ്റേ അറ്റ് ഹോം. വുഡ് റാദർ ആണെങ്കിൽ അതിനുശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് യൂസ് ചെയ്യുന്നത്. സ്റ്റേ എന്ന് മാത്രമാണ് നമ്മൾ പറയുന്നത്. ഇതിനർത്ഥം പുറത്തു പോകുന്നതിനേക്കാളും എനിക്ക് താല്പര്യം ഇന്ന് വീട്ടിലിരിക്കുന്നതാണ് എന്നാണ്. ഐ വുഡ് റാദർ സ്റ്റേ അറ്റ് ഹോം അല്ലെങ്കിൽ ഐ വുഡ് പ്രിഫർ ടു സ്റ്റേ അറ്റ് ഹോം. എനിക്ക് നടക്കാൻ താല്പര്യമില്ല. ഐ ഡോണ്ട് വോണ്ട് ടു വാക്ക്. ഞാൻ ബസ് കാത്തു നിൽക്കാം. അതാണ് ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ഓപ്ഷൻ. നടന്നു പോകുന്നതിലും എനിക്ക് താല്പര്യം ബസ്സിന് വേണ്ടി കാത്തു നിൽക്കുന്നതാണ്. ഐ ഡോണ്ട് വോണ്ട് ടു വാക്ക്. ഐ വുഡ് റാദർ വെയിറ്റ് ഫോർ ദ ബസ്. ഇത് തന്നെ നമുക്ക് ഒറ്റ സെന്റൻസ് ആയും പറയാം. ഐ വുഡ് റാദർ വെയിറ്റ് ഫോർ ദ ബസ് ദാൻ വാക്ക്. വുഡ് റാദറിന് ശേഷം നമുക്ക് മറ്റൊരു ക്ലോസ് വരുമ്പോൾ നമ്മൾ അതിനെ ദാൻ ഉപയോഗിച്ചാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അതിനുശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഐ വുഡ് റാദർ വെയിറ്റ് ഫോർ ദ ബസ് ദാൻ വാക്ക്. ഞാൻ വീട്ടിൽ പോവുകയാണ്. ഐ എം ഗോയിങ് ഹോം. ഹോമിന് മുന്നിൽ ഒരു പ്രിപ്പോസിഷനും ഇല്ല എന്ന് ശ്രദ്ധിക്കണം. വീട്ടിലാണ് എന്ന് പറയുമ്പോൾ നമ്മൾ അറ്റ് ഹോം എന്ന് പറയും. പക്ഷെ വീട്ടിലേക്ക് പോവുകയാണ് എന്ന് പറയുമ്പോൾ ഐ ആം ഗോയിങ് ടു ഹോം അല്ല, ഐ ആം ഗോയിങ് ഹോം ആണ്. എനിക്ക് ഇനിയും കാത്തു നിൽക്കാൻ താല്പര്യമില്ല. ഐ ഡോണ്ട് വോണ്ട് ടു വെയിറ്റ് എനി ലോങ്ങർ എന്ന് പറയാം. അല്ലെങ്കിൽ ഐ വുഡ് റാദർ നോട്ട് വെയിറ്റ് എനി ലോങ്ങർ. ഐ വുഡ് റാദർ നോട്ട് വെയിറ്റ് എനി ലോങ്ങർ. ഐ വുഡ് റാദറിന് ശേഷം ഡോണ്ട് അല്ല നമ്മൾ ഉപയോഗിക്കുന്നത്, നോട്ട് ആണ്. ഞാൻ കാത്തു നിൽക്കാം, അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ ഐ വുഡ് റാദർ വെയിറ്റ്. കാത്തു നിൽക്കാൻ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ഐ വുഡ് റാദർ നോട്ട് വെയിറ്റ്. ഇവിടെ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കുന്നത് ഡോണ്ട് ഉപയോഗിച്ചല്ല, നോട്ട് ഉപയോഗിച്ചാണ് എന്ന് ശ്രദ്ധിക്കണം. വുഡ് റാദറിൽ തന്നെ വുഡ് എന്ന വെർബ് വരുന്നുണ്ട്. പിന്നെ അതിന്റെ നെഗറ്റീവ് ഉണ്ടാക്കാൻ അതിനുശേഷം നമുക്ക് നോട്ട് ഉപയോഗിച്ചാൽ മതി, ഡോണ്ട് അവിടെ ഉപയോഗിക്കരുത്. ഐ വുഡ് റാദർ നോട്ട് വെയിറ്റ് എനി ലോങ്ങർ. ഐ ഡോണ്ട് വോണ്ട് ടു വെയിറ്റ് എനി ലോങ്ങർ എന്നും നമുക്ക് പറയാവുന്നതാണ്. നിനക്ക് ഇന്ന് രാത്രി പുറത്തു പോകണോ? ഡു യു വാണ്ട് ടു ഗോ ഔട്ട് ടുനൈറ്റ്? നോ ഐ വുഡ് റാദർ നോട്ട്. വേണ്ട എന്ന് പറയാൻ ഐ വുഡ് റാദർ നോട്ട്, അത്രയും പറഞ്ഞാൽ മതി. നീ ആണോ ഞാനാണോ കാർ ഓടിക്കുന്നത്? ഹു ഈസ് ഗോയിങ് ടു ഡ്രൈവ്, യു ഓർ മീ? ഐ ഓർ യു അല്ല, യു ഓർ മീ.
നമ്മളെ സൂചിപ്പിക്കുന്ന പ്രനോൺ എല്ലായ്പ്പോഴും അവസാനമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ എക്സാമ്പിൾസിലെല്ലാം നമുക്കൊരു കാര്യം ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ താല്പര്യമില്ല എന്ന് പറയാനാണ് നമ്മൾ വുഡ് റാദർ ഉപയോഗിച്ചത്. ഇനി മറ്റൊരാൾ ഒരു കാര്യം ചെയ്യുന്നതാണ് നമുക്ക് താല്പര്യം എന്ന് പറയുമ്പോഴും നമുക്ക് വുഡ് റാദർ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചർ അല്പം ഡിഫറെൻ്റ് ആണ്. ആരാണോ ആ കാര്യം ചെയ്യേണ്ടത് അവരെ സൂചിപ്പിക്കുന്ന നൗൺ അല്ലെങ്കിൽ പ്രനോൺ നമ്മളിവിടെ വുഡ് റാദറിന് ശേഷം ഉപയോഗിക്കും. ഇവിടെ ചോദിക്കുന്നത് ആരാണ് വാഹനം ഓടിക്കുന്നത് എന്നാണ്. ഹു ഈസ് ഗോയിങ് ടു ഡ്രൈവ്, യു ഓർ മീ? കേൾക്കുന്നയാൾ പറയുന്നത് നീ ഓടിച്ചാൽ മതി എന്നാണ്. അതായത് അയാൾക്ക് ഓടിക്കാൻ താല്പര്യമില്ല, അയാൾ പ്രിഫർ ചെയ്യുന്നത് മറ്റേ വ്യക്തി ഓടിക്കുന്നതാണ്. അത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? ഐ വുഡ് റാദർ യു ഡ്രോവ്. ഐ വുഡ് റാദർ യു ഡ്രോവ്. ഇവിടെ യുവിന് ശേഷം പിന്നെ നമ്മൾ ഉപയോഗിച്ച പാസ്റ്റ് ടെൻസ് ആണ്. അതെപ്പോഴും ശ്രദ്ധിക്കണം. വുഡ് റാദറിന് ശേഷം ഒരു പ്രനോൺ വന്നു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു നൗൺ വന്നു കഴിയുമ്പോൾ പിന്നെ അതിന് ശേഷം വരുന്ന വെർബ് എല്ലായ്പ്പോഴും പാസ്റ്റ് ടെൻസിലായിരിക്കും. ആ പ്രനോൺ അവിടെ ഇല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഫിനിറ്റീവ് ആണ്, ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. ഐ വുഡ് റാദർ ഡ്രൈവ് എന്ന് പറയുമ്പോൾ എനിക്ക് വാഹനം ഓടിക്കാനാണ് താല്പര്യം, വാഹനത്തിൽ പോകുന്നതാണ് താല്പര്യം എന്നർത്ഥം. ഐ വുഡ് റാദർ യു ഡ്രോവ് എന്ന് പറയുമ്പോൾ നീ ഓടിക്കുന്നതാണ് എനിക്ക് താല്പര്യം എന്നാണ്. ഐ വുഡ് റാദർ യു ഡ്രൈവ് അല്ല, ഐ വുഡ് റാദർ യു ഡ്രോവ്. വുഡ് റാദറിന് ശേഷം ഒരു നൗൺ അല്ലെങ്കിൽ പ്രനോൺ വന്നു കഴിയുമ്പോൾ പിന്നെ അതിന് ശേഷം വരുന്ന വെർബ് അത് പാസ്റ്റ് ടെൻസിലായിരിക്കും. ആ നൗൺ അല്ലെങ്കിൽ പ്രനോൺ സൂചിപ്പിക്കുന്ന വ്യക്തി ഒരു കാര്യം ചെയ്യുന്നതാണ് നമുക്ക് താല്പര്യം എന്ന് പറയാനാണ് ആ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ഐ വുഡ് റാദർ യു ലെഫ്റ്റ് നൗ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നീ ഇപ്പൊ പോകുന്നതാണ് എനിക്ക് താല്പര്യം എന്നാണ്. അതായത് അയാളോട് പോവാൻ അല്പം പൊളൈറ്റ് ആയി പറയുന്ന ഒരു എക്സ്പ്രഷനാണിത്. ഐ വുഡ് റാദർ യു ലെഫ്റ്റ് നൗ. ലീവ് അല്ല, ലെഫ്റ്റ്. ഐ വുഡ് റാദർ യു ഡ്രോവ്. നീ കാർ ഓടിക്കുന്നതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്, എനിക്ക് അതാണ് താല്പര്യം. ഞാൻ നിന്റെ ബൈക്ക് നാളെ നേരെയാക്കി തരാം. ഐ വിൽ ഫിക്സ് യുവർ ബൈക്ക് ടുമോറോ. ഞാൻ നിന്റെ ബൈക്ക് നാളെ നേരെയാക്കി തരാം. ഐ വിൽ ഫിക്സ് അല്ലെങ്കിൽ റിപ്പയർ യുവർ ബൈക്ക് ടുമോറോ. ഫിക്സ് എന്നത് വളരെ ഇൻഫോർമൽ സ്റ്റൈലിൽ റിപ്പയറിന് പകരം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വെർബാണ്. ഐ വിൽ ഫിക്സ് യുവർ ബൈക്ക് ടുമോറോ. അപ്പോൾ ഇത് കേൾക്കുന്നയാള് മറ്റേ ആൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ എനിക്ക് അത് ഇന്ന് തന്നെ വേണം, ലഭിച്ചാൽ നന്നായിരുന്നു എന്ന് പറയാനാണ് ശ്രമിക്കുന്നത്. അതിനും നമുക്ക് ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷനാണ് വുഡ് റാദർ പ്ലസ് പ്രനോൺ. ഐ വുഡ് റാദർ യു ഡിഡ് ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ്. അത് ഇന്ന് തന്നെ സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം, അതാണ് എനിക്ക് താല്പര്യം. അല്ലെങ്കിൽ ഐ വുഡ് റാദർ യു റിപ്പയർഡ് ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ്. ഇന്ന് തന്നെ ചെയ്ത് ലഭിക്കുകയാണെങ്കിൽ അതാണ് എനിക്ക് കുറച്ചുകൂടി താല്പര്യം. ഇത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത തരത്തിൽ വളരെ പൊളൈറ്റായി നമ്മുടെ ഒരു ആവശ്യം അവതരിപ്പിക്കാനായി നമുക്ക് ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷനാണ് ഐ വുഡ് റാദർ യു ഡിഡ് ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ്. ഇന്ന് തന്നെ ചെയ്ത് കിട്ടുകയാണെങ്കിൽ അതാണ് എനിക്ക് കുറച്ചുകൂടി ഉപകാരം. ഡു ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ് അല്ലെങ്കിൽ യു ഷുഡ് ഡു ഇറ്റ് ടുഡേ ഇറ്റ്സെൽഫ് എന്നൊന്നും പറയുന്നത് അത്ര പൊളൈറ്റ് അല്ല. അതിനർത്ഥം നീ അത് ഇന്ന് തന്നെ ചെയ്യണം എന്നാണ്. ഇത് വളരെ പൊളൈറ്റായി നമ്മുടെ ആ ഒരു ആഗ്രഹം എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന സ്ട്രക്ചറാണ്. ഐ വുഡ് റാദർ യു ഡിഡ് ഇറ്റ് ടുഡേ. ഇന്ന് തന്നെ ചെയ്ത് കിട്ടുകയാണെങ്കിൽ അതെനിക്ക് വലിയ ഉപകാരമാവും. അതെല്ലാമാണ് ഈ സെന്റൻസിനർത്ഥം. എന്താണ് സംഭവിച്ചതെന്ന് ഞാൻ അമ്മയോട് പറയണം. ഷുഡ് ഐ ടെൽ? അമ്മയോട്. മദർ. എന്താണ് സംഭവിച്ചത്? വാട്ട് ഹാപ്പൻഡ്. ഷുഡ് ഐ ടെൽ മദർ വാട്ട് ഹാപ്പൻഡ്? സംഭവിച്ചത് എന്താണെന്ന് ഞാൻ അമ്മയോട് പറയണോ? ഷുഡിന് പകരം നമുക്ക് ഷോൾ ഉപയോഗിക്കാം. ഷോൾ ഐ ടെൽ മദർ വാട്ട് ഹാപ്പൻഡ്? വേണ്ട. അതായത് നീ അത് പറയാതിരിക്കുന്നതാണ് നല്ലത്, അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. ഇതെങ്ങനെ പറയും നമ്മൾ? മറ്റേ വ്യക്തിയാണ് പറയാതിരിക്കേണ്ടത്, ഞാനല്ല. ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ്. അതിനർത്ഥം ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ് ടെൽ മദർ എന്ന് തന്നെയാണ്. നമ്മൾ ആ ടെൽ മദർ ഒന്നും പിന്നെ അവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ്. യു ഡോണ്ട് അല്ല, യുവിന് ശേഷം പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസിലുള്ള വെർബാണ്. ഇതിനർത്ഥം നീ പറയാതിരിക്കുന്നതാണ് നല്ലത്, അതാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് എന്നാണ്. ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ് ടെൽ മദർ അല്ലെങ്കിൽ ഐ വുഡ് റാദർ യു ഡിഡിൻറ്റ്. നീ പറയരുത്, പറയാതിരിക്കുന്നതാണ് നല്ലത്. ഇതുവരെ നമ്മൾ നോക്കിയതെല്ലാം സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു. ഇനി ചില ക്വസ്റ്റ്യൻസ് നോക്കാം. എത്ര കാലമായി, എത്ര നേരമായി, എപ്പോഴെല്ലാം, എത്ര നന്നായി, ഇതുപോലുള്ള ചോദ്യങ്ങളെല്ലാം ചോദിക്കാൻ ഉപയോഗിക്കുന്ന എക്സ്പ്രഷൻസ് ആണ് ഹൗ ലോങ്, ഹൗ ഓഫൺ, ഹൗ വെൽ, ഹൗ ഫാർ. ഇതെല്ലാം എത്ര കാലമായി അല്ലെങ്കിൽ എത്ര നേരമായി നീ കാത്തു നിൽക്കുന്നു. ഹൗ ലോങ് ഉപയോഗിക്കുന്ന സെന്റൻസസിൽ പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിരിക്കും, അത് ശ്രദ്ധിക്കണം. സിറ്റുവേഷൻസിനെ കുറിച്ച്, അതായത് അവസ്ഥകളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ആയിരിക്കും. ആക്ഷനെ കുറിച്ച്, എന്തെങ്കിലും ഒരു പ്രവൃത്തിയെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിരിക്കും. ഇവിടെ കാത്തു നിൽക്കുക എന്ന് പറയുന്നത് ഒരു ആക്ഷൻ ആണ്, ഒരു സ്റ്റേറ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ്. ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ്. പിന്നെ അതിനുശേഷം ഫോർ എന്ന ഒരു പ്രിപ്പോസിഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഫോർ ഹൗ ലോങ് എന്നും ചോദിക്കേണ്ട.
ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ്? എത്ര നേരമായി എന്ന് ചോദിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് ഹൗ ലോങ്. അതിനുശേഷം പെർഫെക്റ്റ് ടെൻസസ് ആണ് യൂസ് ചെയ്യുന്നത് എന്ന് കൂടി ശ്രദ്ധിക്കണം. പ്രസന്റ് കണ്ടിന്യൂസ്, സിമ്പിൾ പ്രസന്റ് ഒന്നും നമ്മളിവിടെ ഉപയോഗിക്കില്ല. ഹൗ ലോങ് ഹാവ് യു ബീൻ വെയിറ്റിംഗ്? എത്ര നേരമായി നീ ഇവിടെ കാത്തു നിൽക്കുന്നു. ഹൗ ലോങ് ഹാവ് യു ബീൻ വർക്കിംഗ്? എത്ര നേരമായി ജോലി ചെയ്യുന്നു. നിനക്ക് എത്ര കാലമായി അവനെ അറിയാം? നേരത്തെ നമ്മൾ സംസാരിച്ച ഒരു ആക്ഷനെ കുറിച്ചായിരുന്നു. ഇവിടെ ഒരാളെ അറിയുക എന്ന് പറയുന്നത് ആക്ഷൻ അല്ല, അതൊരു സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കാൻ സാധിക്കില്ല. അതിന് പകരം നമ്മൾ ഉപയോഗിക്കുന്നത് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ഇവിടെയും നമ്മൾ ഈ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൗ ലോങ് ഉപയോഗിച്ചാണ്. ഹൗ ലോങ് ഹാവ് യു നോൺ ഹിം? നിനക്ക് എത്ര കാലമായി അവനെ അറിയാം? 10 വർഷമായി അറിയാം എന്നാണ് ഉത്തരവെങ്കിൽ നമ്മൾ പറയാം ഐ ഹാവ് നോൺ ഹിം ഫോർ 10 years ആണ്. ഐ ഹാവ് ബീൻ നോയിങ് എന്ന് പറയരുത്. നോ എന്ന വെർബിന്റെ കണ്ടിന്യൂസ് ഫോം നമ്മൾ ഉപയോഗിക്കാറില്ല. ഐ ഹാവ് നോൺ ഹിം ഫോർ 10 years. എനിക്ക് 10 വർഷമായി അവനെ അറിയാം. അതിന്റെ ക്വസ്റ്റ്യൻ ആണിത്. ഹൗ ലോങ് ഹാവ് യു നോൺ ഹിം? പ്രസന്റ് പെർഫെക്റ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ല. നീ എത്ര സമയം കൂടുമ്പോൾ നിന്റെ ഗ്രാൻഡ് പേരൻസിനെ സന്ദർശിക്കാറുണ്ട്? എത്ര സമയം കൂടുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴെല്ലാം, എത്ര പ്രാവശ്യം, ഇതെല്ലാം ചോദിക്കാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷനാണ് ഹൗ ഓഫൺ. അതിന് തുല്യമായ ഒരു മലയാളം പ്രയോഗമില്ല. എത്ര പ്രാവശ്യം, എപ്പോഴെല്ലാം, ആ അർത്ഥത്തിലാണ് നമ്മളത് ഉപയോഗിക്കുന്നത്. എത്ര സമയം കൂടുമ്പോൾ അല്ലെങ്കിൽ എപ്പോഴെല്ലാം നിന്റെ ഗ്രാൻഡ് പാരൻസിനെ നീ സന്ദർശിക്കാറുണ്ട്. ഹൗ ഓഫൺ ഡു യു വിസിറ്റ് യുവർ ഗ്രാൻഡ് പാരൻസ്? ഹൗ ഓഫൺ ഡു യു വിസിറ്റ് യുവർ ഗ്രാൻഡ് പാരൻസ്? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. പ്രസന്റ് പെർഫെക്റ്റോ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസോ അല്ല. ഇതൊരു പ്രവൃത്തി നടക്കുന്നതിന്റെ ഫ്രീക്വൻസിയെ കുറിച്ചുള്ള ചോദ്യമാണ്. ഇതുപോലുള്ള കാര്യങ്ങളെ കുറിച്ച് പറയാൻ എപ്പോഴെല്ലാം അത് സംഭവിക്കുന്നു, പതിവായി സംഭവിക്കാറുണ്ടോ, സംഭവിക്കാറേ ഇല്ല, ഇതെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓഫൺ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന ഒരു അഡ്വർബ് ആണ്. ഹൗ ഓഫൺ ഡു യു വിസിറ്റ് യുവർ ഗ്രാൻഡ് പേരൻസ്? നീ നിന്റെ ഗ്രാൻഡ് പേരൻസിനെ എപ്പോഴെല്ലാം വിസിറ്റ് ചെയ്യാറുണ്ട്? ഇപ്പൊ മാസത്തിൽ ഒരു തവണ പോവാറുണ്ട് എന്നാണെങ്കിൽ നമുക്ക് ഐ വിസിറ്റ് മൈ ഗ്രാൻഡ് പേരൻസ് വൺസ് എ മന്ത് എന്ന് പറയാം. വൺസ് എ മന്ത് എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഒരു പ്രാവശ്യം. ട്വൈസ് എ മന്ത് എന്ന് പറയുമ്പോൾ മാസത്തിൽ 2 പ്രാവശ്യം. വൺസ് എ ഡേ എന്ന് പറയുമ്പോൾ ദിവസത്തിൽ 1 പ്രാവശ്യം. ഐ വിസിറ്റ് മൈ ഗ്രാൻഡ് പേരൻസ് വൺസ് എ മന്ത്. ഹൗ ഓഫൺ ഡു യു വിസിറ്റ് യുവർ ഗ്രാൻഡ് പേരൻസ്? എപ്പോഴെല്ലാം, എത്ര പ്രാവശ്യം നീ നിന്റെ ഗ്രാൻഡ് പേരൻസിനെ സന്ദർശിക്കാറുണ്ട്. ഇനി എപ്പോഴെല്ലാം കൂടെ കൂടെ പുറത്തു വന്ന് ഭക്ഷണം കഴിക്കാറുണ്ടോ, എപ്പോഴെല്ലാം കഴിക്കാറുണ്ട്, ഇതെല്ലാം ചോദിക്കാൻ നമുക്ക് ഇങ്ങനെ പറഞ്ഞാൽ മതി. ഹൗ ഓഫൺ ഡു യു ഈറ്റ് ഔട്ട്? അല്ലെങ്കിൽ ഹൗ ഓഫൺ ഡു യു വാച്ച് മൂവീസ്? എപ്പോഴെല്ലാം നീ സിനിമ കാണാറുണ്ട്? ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഇനി എത്ര സമയം കൂടുമ്പോൾ ബസ് ഉണ്ട് അല്ലെങ്കിൽ ട്രെയിൻ ഉണ്ട് എന്നെല്ലാം ചോദിക്കാനും നമുക്ക് ഈ എക്സ്പ്രഷൻ തന്നെ ഉപയോഗിക്കാം. ഹൗ ഓഫൺ ഡു ദ ബസ്സസ് ഗോ? ഹൗ ഓഫൺ ഡു ദ ബസ്സസ് ഗോ അല്ലെങ്കിൽ ഹൗ ഓഫൺ ഡു ദ ട്രെയിൻസ് ഗോ? ട്രെയിൻസ് ലീവ് എന്നും നമുക്ക് പറയാം. ഹൗ ഓഫൺ ഡു ദ ട്രെയിൻസ് ലീവ്? എത്ര സമയം കൂടുമ്പോൾ ട്രെയിൻ പോകുന്നുണ്ട്. അപ്പോൾ ഓരോ 5 മിനിറ്റിൽ ഒരു ട്രെയിൻ ഉണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയാണ് പറയുക, ദ ട്രെയിൻസ് ലീവ് എവറി 5 minutes. ദ ട്രെയിൻസ് ലീവ് എവറി 5 minutes. ഓരോ 10 മിനിറ്റിലും ആണെങ്കിൽ എവറി 10 minutes. പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്ത സിറ്റുവേഷൻസിനെ കുറിച്ചും ആക്ഷൻസിനെ കുറിച്ചും പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റും പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസും ആണ്. അപ്പോൾ ഇവിടെ ഞാൻ 6 മാസമായി ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നെങ്ങനെ പറയും? I have been learning English for 6 months. I have been learning English for 6 months. ഇവിടെ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്ത ഇനി ഒരുപക്ഷെ ഫ്യൂച്ചറിലേക്കും കണ്ടിന്യൂ ചെയ്ത് പോയേക്കാവുന്ന ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ടാണ് പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കുന്നത്. I have been learning English for 6 months. എത്ര കാലമായി ഇംഗ്ലീഷ് പഠിക്കുന്നു എന്നാണ് ചോദ്യമെങ്കിൽ നമ്മൾ പറയുക How long have you been learning English എന്നാണ്. നിനക്ക് എത്ര നന്നായി അവനെ അറിയാം? എത്ര നന്നായി അല്ലെങ്കിൽ നല്ലതുപോലെ എന്നെല്ലാം അർത്ഥത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഹൗ വെൽ. ഹൗ വെൽ ഡു യു നോ ഹിം? നിനക്ക് എത്ര നന്നായി അവനെ അറിയാം? ഇവിടെയും നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നത്. നിനക്ക് അവനെ നല്ല പോലെ അറിയാമോ? ഡു യു നോ ഹിം വെൽ? ഹൗ വെൽ ഡു യു നോ ഹിം? നിനക്ക് എത്ര നന്നായി അവനെ അറിയാം? ഡു യു നോ ഹിം വെൽ? നിനക്ക് നന്നായി അവനെ അറിയുമോ? സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ് ഇവിടെ എല്ലാം നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങളെ കുറിച്ച് പറയാം. അൺറിയലിസ്റ്റിക് ആയ ആഗ്രഹങ്ങളെ കുറിച്ച് പറയാൻ ഉപയോഗിക്കുന്ന ചില എക്സ്പ്രഷൻസ് നോക്കാം. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. സംസാരിക്കാൻ അറിയാത്ത ഒരാളാണ് പറയുന്നത്. അൺറിയലിസ്റ്റിക് അല്ല ഈ ഹോപ്പ്, പക്ഷെ അയാളുടെ പ്രസന്റ് സിറ്റുവേഷനിൽ അയാൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ റിയലും അല്ല ഈ സിറ്റുവേഷൻ. ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത കുറവുള്ള അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങളെ കുറിച്ചെല്ലാം പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പ്രഷനാണ് ഐ വിഷ്.
അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന പാസ്റ്റ് ടെൻസ് ആണ്. നമ്മൾ പറയുന്നത് പ്രസന്റിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചുമാണ്, പക്ഷെ ഉപയോഗിക്കുന്ന വെർബ് പാസ്റ്റ് ടെൻസ് ആണ് എന്ന് ശ്രദ്ധിക്കണം. ഐ വിഷ് ഐ സ്പോക്ക് ഇംഗ്ലീഷ്. ഇവിടെ ഐ സ്പീക്ക് ഇംഗ്ലീഷ് എന്നല്ല പറയുന്നത്, ഐ സ്പോക്ക് എന്നാണ്. സ്പോക്ക് എന്നത് സ്പീക്ക് എന്ന വെർബിന്റെ V2 ആണ്. ഐ വിഷ് ഐ സ്പോക്ക് ഇംഗ്ലീഷ്. ഇത് തന്നെ നമുക്ക് കുഡ് ഉപയോഗിച്ചും പറയാം. ഐ വിഷ് ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. ഐ ക്യാൻ അല്ല, ഐ കുഡ് ആണ്. ഐ വിഷ് ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. ഐ വിഷിന് ശേഷം വരുന്ന ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. ഐ വിഷ് ഐ സ്പോക്ക് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഐ വിഷ് ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഒരു കാർ ഉണ്ടായിരുന്നുവെങ്കിൽ, കാർ ഇല്ല, ആഗ്രഹമാണ് പറയുന്നത്. ഐ വിഷ് ഐ ഹാഡ് എ കാർ. എനിക്കൊരു കാർ ഉണ്ടായിരുന്നുവെങ്കിൽ, ഐ ഹാഡ് എ കാർ ഇവിടെയും നമ്മൾ ഉപയോഗിച്ച പാസ്റ്റ് ടെൻസ് ആണ്. ഐ വിഷ് ഐ ഹാഡ് എ കാർ. ഐ വിഷ് ഐ ഹാഡ് എ ഗുഡ് ഫ്രണ്ട്. ഐ വിഷ് ഐ ഹാഡ് എ ഗുഡ് ജോബ്. ഇതൊന്നും നമുക്ക് ഇല്ലാത്ത കാര്യങ്ങളാണ്, അതെല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന നമ്മുടെ ആഗ്രഹം എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണിത്. ഐ വിഷ് ഐ ഹാഡ് എ ഗുഡ് ഫ്രണ്ട്. ഞാനത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ. പറയാൻ പാടില്ലാത്ത എന്തോ ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഇപ്പൊ ഞാനത് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. ഇത് പറയാനും നമുക്ക് ഐ വിഷ് ഉപയോഗിക്കാം. ഐ വിഷ് ഐ ഹാഡിൻ സെഡ് ദാറ്റ്. ഐ വിഷ് ഐ ഹാഡിൻ സെഡ് ദാറ്റ്. നെഗറ്റീവ് വെർബാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, കാരണം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നന്നായേനെ എന്നാണ് പറയേണ്ടത്. ഐ വിഷ് ഐ ഹാഡിൻ സെഡ് ദാറ്റ്. ഞാനത് പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നന്നായേനെ. മൈൻഡ് ഉപയോഗിക്കുന്ന ചില സ്ട്രക്ചേഴ്സ് കൂടി നോക്കാം. നമുക്കൊരു കാര്യം ചെയ്യാൻ മടിയില്ല, പരാതിയില്ല, വിരോധമില്ല, എതിർപ്പില്ല. ഇതെല്ലാം പറയാനായി നമ്മൾ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനാണ് ഐ ഡോണ്ട് മൈൻഡ്. ഇനി മറ്റൊരാളോട് അവർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ, പരാതിയുണ്ടോ എന്നെല്ലാം ചോദിക്കാൻ നമ്മൾ ഡു യു മൈൻഡ് അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ഉപയോഗിക്കും. മൈൻഡിന് ശേഷം എല്ലായ്പ്പോഴും ING ഫോമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതുകൂടി ശ്രദ്ധിക്കണം. എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ മടിയില്ല. ഐ ഡോണ്ട് മൈൻഡ്. പിന്നെ അതിനുശേഷം ING ഫോം. വേക്കിംഗ് അപ്പ് അല്ലെങ്കിൽ ഗെറ്റിംഗ് അപ്പ്. ഐ ഡോണ്ട് മൈൻഡ് വേക്കിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ് അല്ലെങ്കിൽ ഐ ഡോണ്ട് മൈൻഡ് ഗെറ്റിംഗ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്. എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ അല്ലെങ്കിൽ ഉണരാൻ മടിയില്ല. ഇവിടെ ടു വേക്ക് എന്ന് പറയരുത്, മൈൻഡിന് ശേഷം ING ഫോം തന്നെ വേണം ഉപയോഗിക്കാൻ. എനിക്ക് ദീർഘനേരം ജോലി ചെയ്യാൻ വിരോധമില്ല. ദീർഘനേരം കണ്ടിന്യൂസ് ആയി ഒരുപാട് സമയം ജോലി ചെയ്യുന്നതിനാണ് നമ്മൾ പറയുന്നത് വർക്ക് ലോങ് അവേഴ്സ്. എനിക്ക് ദീർഘനേരം ജോലി ചെയ്യാൻ വിരോധമില്ല. ഇവിടെയും നമുക്ക് ഐ ഡോണ്ട് മൈൻഡ് ഉപയോഗിച്ച് പറയാം. ഐ ഡോണ്ട് മൈൻഡ് വർക്കിംഗ് ലോങ് അവേഴ്സ്. ഐ ഡോണ്ട് മൈൻഡിന് ശേഷം ING ഫോം. ലോങ് അവേഴ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം തുടർച്ചയായി ജോലി ചെയ്യാം. ഐ ഡോണ്ട് മൈൻഡ് വർക്കിംഗ് ലോങ് അവേഴ്സ്. നിനക്ക് വീക്കെൻഡിൽ ജോലി ചെയ്യാൻ മടിയുണ്ടോ അല്ലെങ്കിൽ പരാതിയുണ്ടോ? നമുക്കൊരു കാര്യം ചെയ്യാൻ എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ, വിരോധമുണ്ടോ എന്നെല്ലാം ചോദിക്കാൻ നമുക്ക് ഡു യു മൈൻഡ് അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ഉപയോഗിക്കാം. ഇതിന് ശേഷവും വരുന്നത് ING ഫോം തന്നെയാണ്. ഡു യു മൈൻഡ് വർക്കിംഗ് ഓൺ ദ വീക്കെൻഡ്. ഓൺ ദ വീക്കെൻഡ് എന്നും അറ്റ് ദ വീക്കെൻഡ് എന്നും പറയാം. ഡു യു മൈൻഡ് വർക്കിംഗ് ഓൺ ദ വീക്കെൻഡ് അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് വർക്കിംഗ് ഓൺ ദ വീക്കെൻഡ്. നിനക്ക് വീക്കെൻഡിൽ ജോലി ചെയ്യാൻ എന്തെങ്കിലും താല്പര്യക്കുറവുണ്ടോ, എതിർപ്പുണ്ടോ? വുഡ് യു മൈൻഡ് വർക്കിംഗ് ഓൺ ദ വീക്കെൻഡ് അല്ലെങ്കിൽ ഡു യു മൈൻഡ് വർക്കിംഗ് ഓൺ ദ വീക്കെൻഡ്. ഡു യു മൈൻഡ് ആയാലും വുഡ് യു മൈൻഡ് ആയാലും പിന്നെ വരുന്നത് ING ഫോം ആണ്. ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് പരാതിയുണ്ടോ? ഇവിടെ ആക്ച്വലി രണ്ട് വ്യക്തികൾ വരുന്നുണ്ട്. ഞാനും വരുന്നുണ്ട്, നിങ്ങളും വരുന്നുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പൊതുവെ നമ്മൾ ഡു യു മൈൻഡിനും വുഡ് യു മൈൻഡിനും ശേഷം ഒരു ഈഫ് ക്ലോസ് ആണ് ഉപയോഗിക്കാറ്. ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങൾക്ക് പരാതിയുണ്ടോ? നിങ്ങൾക്ക് പരാതിയുണ്ടോ എന്ന് ചോദിക്കാൻ ഡു യു മൈൻഡ് അല്ലെങ്കിൽ വുഡ് യു മൈൻഡ്. ഞാൻ ഇവിടെ ഇരുന്നാൽ അല്ലെങ്കിൽ ഇരിക്കുന്നതിൽ ഈഫ് ഐ സിറ്റ് ഹിയർ. രണ്ടുപേര് വരുന്നതുകൊണ്ടാണ് നമ്മളിവിടെ ഈഫ് ക്ലോസ് യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ING ഫോം ഉപയോഗിച്ചാൽ മതി. ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ. ഞാൻ ഇവിടെ ഇരുന്നാൽ. വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ. വുഡ് യു മൈൻഡ് ആണെങ്കിൽ പിന്നെ ഇഫ് ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പാസ്റ്റ് ടെൻസ് ആണ്, അതുകൂടി ശ്രദ്ധിക്കണം. ഡു യു മൈൻഡിന് ശേഷം ഇഫ് ക്ലോസിൽ നമ്മൾ ഉപയോഗിക്കുന്ന സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഡു യു മൈൻഡ് ഇഫ് ഐ സിറ്റ് ഹിയർ അല്ലെങ്കിൽ വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ. ഇത് തന്നെ നമുക്ക് ING ഫോം ഉപയോഗിച്ചും പറയാം. അങ്ങനെ വരുമ്പോൾ ING ഫോമിന് മുന്നിൽ നമ്മളൊരു പൊസസീവ് അഡ്ജക്റ്റീവ് കൂടി ഉപയോഗിക്കും. ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ നിനക്ക് പരാതിയുണ്ടോ? വുഡ് യു മൈൻഡ് മൈ സിറ്റിംഗ് ഹിയർ. വുഡ് യു മൈൻഡ് സിറ്റിംഗ് ഹിയർ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇരിക്കാൻ നിനക്ക് പരാതിയുണ്ടോ എന്നാണ്. വുഡ് യു മൈൻഡ് മൈ സിറ്റിംഗ് ഹിയർ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഇവിടെ ഇരുന്നാൽ നിനക്ക് പരാതിയുണ്ടോ എന്നാണ്. മൈ സിറ്റിംഗ് എന്ന എക്സ്പ്രഷനാണ് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത്. വുഡ് യു മൈൻഡ് മൈ ലീവിങ്. ഞാൻ പോകുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ? വുഡ് യു മൈൻഡ് മൈ കമ്മിങ് ലേറ്റ്. ഞാൻ വൈകി വന്നാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പരാതിയുണ്ടോ? ആ പ്രവൃത്തി ചെയ്യുന്ന ആളിനെ സൂചിപ്പിക്കുന്ന ഒരു പൊസസീവ് അഡ്ജക്റ്റീവ് നമ്മളിവിടെ ING ഫോമിന് മുന്നിൽ ഉപയോഗിക്കും.
അല്ലെങ്കിൽ നമുക്ക് വുഡ് യു മൈൻഡ് ഇഫ് ഐ സാറ്റ് ഹിയർ എന്ന് ചോദിച്ചാലും മതി. അപ്പൊ നമുക്ക് പരാതിയൊന്നും ഇല്ലെങ്കിൽ നോ, നോട്ട് അറ്റ് ആൾ എന്ന് പറയാം. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. നമുക്ക് എപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്ന, നമ്മുടെ അത്യാവശ്യം നമ്മുടെ കാര്യങ്ങളെല്ലാം പറയാൻ സഹായിക്കുന്ന ചില സെന്റൻസ് പാറ്റേൺസ്, സ്ട്രക്ചേഴ്സ്, അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. ലെസൺ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് കാണും. താങ്ക് യു ഫോർ വാച്ചിങ്.